തീരെ മാറുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടം ഉണ്ട്. മടക്കി വെച്ചു തോർത്ത് ടവല് എല്ലാം കുഞ്ഞു റെഡി ആയി തന്ന അമ്മയെ പോയിക്കോ ബേം പോയിക്കോ. ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് പോവുകയാണ് ഗൈസ്, പോവുകയാണ്. സന്തോഷായിട്ട് ഞാൻ പോവുക കേട്ടോ. യാത്ര സൈഷേറിനെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയൊരു സന്തോഷം കിട്ടാനില്ല അല്ലേ? എങ്ങനെങ്കിലും പീടിയൊക്കെ തുറന്നിട്ട് വേഗം എന്തെങ്കിലും ഇടുവല്ലോ വാങ്ങി ആൾക്കാർക്ക് കൊടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ എന്താ കാര്യം പറഞ്ഞു. അതെ, അതെന്ന് വെച്ചാല് നമ്മള് ആദ്യം തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും പറയുന്നുണ്ടല്ലോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്കൂളിന്റെ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇനി അവരെ ക്യാമ്പ് അറ്റൻഡ് ചെയ്യണം. 5 ദിവസത്തിന് റെസിഡൻഷ്യൽ ക്യാമ്പാണ്. അപ്പൊ 5 ദിവസം സൈഷേറിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പോവാ. അങ്ങനെയെങ്കിലും ജില്ല വിട്ടു പോവുക, കോഴിക്കോട് ജില്ല വിട്ടു പോവുക. എനിക്ക് ഏറ്റവും സങ്കടത. ഞാൻ ശരിക്കും പറയാന്നെങ്കിൽ നമ്മള് പിന്നെ കല്യാണം കഴിഞ്ഞാൽ തീരെ ഒറ്റ ദിവസമല്ലേ മാറി നിന്നിട്ടുള്ളൂ. ഒരു ദിവസം മാറി നിന്നിട്ടും തോന്നില്ല. ഇല്ല, ഒരു ദിവസം വീട്ടിൽ പോയിട്ടായിരുന്നു ബലിയിടാൻ വേണ്ടിട്ട്. അത് മാത്രം അല്ലാണ്ട് തീരെ എനിക്ക് തോന്നുന്നു 3 കൊല്ലത്തിനിടയ്ക്ക് തീരെ മാറി നിന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടം എനിക്ക്. ഞാൻ പുറത്തെണിക്കായിട്ടാ, ഞാൻ പാട് സങ്കടം പുറത്തെണിക്കാൻ പോവാ. പിന്നെ സിദ്ധു ഇവിടുന്ന് കൊറേ രാവിലെ തൊട്ടേ കരയാതായിരിക്കുന്നുണ്ടല്ലേ സിദ്ധു? വിഷമത്തോടെ ദൂരെ പോയിരിക്കുന്നുണ്ട് കണ്ടോ സിദ്ധു മോൻ കരയുന്ന. പിന്നെ കുഞ്ഞു പറഞ്ഞെന്താന്ന് വെച്ചാൽ എനിക്ക് അമ്മ പോന്നെ കാണാനാവൂല, അതുകൊണ്ട് എന്നെ നാളെ രാവിലെ പോവുക. എന്നെ വിളിക്കരുത്, എനിക്കത് കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല. ഞാന് എന്റെ കാര്യങ്ങളൊന്നും എടുത്തൊന്നും വെച്ചിട്ടില്ല. ഓരോരോ പരിപാടി ഉണ്ട്, സെറ്റ് ചെയ്യാനുണ്ട്. 5 ദിവസമാണെങ്കിലും 5 ഡേ അല്ല 4 നൈറ്റ് 5 ഡേ അല്ലേ? 5 ഡേ. അപ്പൊ നമുക്ക് അതിനുള്ള ഡ്രസ്സ് വേണം. പിന്നെ അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ചുരിദാർ വാങ്ങിക്കാൻ പോകുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ പേസ്റ്റ്, ബ്രഷ്, സോപ്പ്, ചേർപ്പ് എന്ന് പറയുന്നത് ചീപ്പ്. ആള് വന്നിട്ടുണ്ട്. മോക്കറിയണ്ട, അമ്മ വേഗം വരും. നോക്കറിയുന്നുണ്ടില്ല നിങ്ങളിതാ സങ്കടം ഉണ്ട്. സത്യം പറയാലോ, എവിടെയും പോവാൻ എന്തായ സമയത്ത് എന്തൊക്കെയോ എന്തല്ലേ, അയ്യോ എനിക്ക് മറ്റേ പരീക്ഷ എഴുതാൻ പോകുന്ന പോലെ വയറ്റുന്ന ഒരു പ്രശ്നം, വയറ്റുന്ന ഒരു ഉരുണ്ട് കയറല്. പിന്നെ അതേപോലെ തന്നെ ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ടി വരും, ഇത് വേണ്ടി വരും. ബ്രഷ്, തോർത്ത്, പേസ്റ്റ് എന്ന കൂട്ടത്തിൽ എല്ലാം എടുക്കാൻ പറഞ്ഞു കേട്ടോ. ആടെ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് റൂം മാത്രമേ ഉണ്ടാവും, ഫുഡ് റൂം മാത്രമേ ഉണ്ടാവും. പിന്നെ എന്തായാലും ഭക്ഷണമൊക്കെ ഫുൾ ടൈം ഉണ്ടാവും. ഭക്ഷണമൊക്കെ ഉണ്ടാവും, നല്ല ഭക്ഷണവും കാര്യങ്ങളും ഒരു നല്ലതിലാണ് ചെയ്യുക. പിന്നെ ഇനിയിപ്പോ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഒരുപാട് ആളെ കാണാനുണ്ട് അല്ലെ, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാവും. ട്രെയിനിങ് ഒക്കെ നല്ല സൂപ്പർ ആയിരിക്കും. മാറ്റങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. പക്ഷെ നമ്മളെ നാട് വിട്ട് പോകുന്നതിനുള്ള നാളെ രാവിലെ പുലർച്ചെ ഒരു 4 മണിന്റെ മുന്നേ എന്തായാലും ഞങ്ങൾക്ക് എന്തായാലും നല്ല സമാധാനം, ഹാപ്പിയായി, സന്തോഷ സൂചകമായി നാളെ പടകം പൊട്ടിക്കും. സിദ്ധുവിന് മാത്രം ഒരു സങ്കടം ഉള്ളൂ. ദിവസം ഞാനിങ്ങനെ വീഡിയോ പ്രയോഗിക്കും. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ പുതിയ വിശേഷം അല്ലെ. ഇന്നിപ്പം മടക്കി വെക്കാനുണ്ട്, ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉപകാരം എന്ന് വെച്ചാലേ സൈചേട്ടൻ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം വൃത്തിയിൽ ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് നൈറ്റിൽ ഇടാനുള്ള ഡ്രസ്സ് എടുത്ത് ഇസ്തിരിട്ട് വെച്ചിട്ടുണ്ട്. ദിവസത്തിന്റെ പകലുള്ള അങ്ങനത്തെ ദേവും ആ ജീൻസും അതും 5 ദിവസത്തേക്കുള്ള സാധനമൊക്കെ ഞങ്ങൾ തന്നെ പോണ്ട സന്തോഷമായതുകൊണ്ട് എല്ലാം കറക്റ്റ് സാധനങ്ങളും എല്ലാ സാധനം ഗുളിക വരെ എടുത്തു വെച്ചിട്ടുണ്ട്. വാട്ടർ ബോട്ടിലുണ്ട്. പിന്നെ ഇത് അല്ല കൊല്ലത്ത് സാധനങ്ങൾ കേട്ടോ. ബ്രഷ് എടുത്തുക്കാം. എന്താ പറഞ്ഞ എല്ലാത്തിനും ഓർമ്മിപ്പിക്കാൻ ഞാൻ തന്നെ വേണം. ഇനിയിപ്പോ ആടുന്ന് പല്ല് തേക്കണമെന്ന് രാവിലെ ആരെയും ഓർമ്മിപ്പിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മളെ ഗുളിക, അമ്മേന്റെ ഗുളിക ഇപ്പൊ ഇതാ 2 പാരസെറ്റമോൾ എടുക്കുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് അധിക വശവും എനിക്കെപ്പം പനിക്കുന്ന തോന്നൽ വരലുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പനിച്ചിട്ടില്ലെങ്കിലും പനിക്കുന്ന പോലെ തോന്നും. എന്തായാലും പേടിച്ച് പനിക്കും. കണ്ണാടി, പിന്നെ കുപ്പി,
അപ്പൊ കുപ്പിയൊക്കെ എന്താണെന്ന് വെച്ചാൽ എന്തായാലും എടുക്കാൻ പറഞ്ഞു കേട്ടോ. കാരണം ഈ നമ്മള് ക്യാമ്പിന്റെ ക്ലാസ് ആണ് കാര്യമായിട്ട് ഇവർ ഉണ്ടാവുക ക്യാമ്പിൽ. അപ്പൊ ക്ലാസ് എടുക്കുന്ന സമയത്ത് വെള്ളം കുടിക്കണം എന്നും പറഞ്ഞിട്ട് എണീറ്റ് പോകാനൊന്നും പറ്റൂല. കുട്ടികളോട് പറയുന്ന പോലെ തന്നെ അത് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അവിടെ അടുത്ത് കൊണ്ടുവെക്കാൻ കുടിക്കുന്ന വെള്ളം ഇല്ലെങ്കിൽ പിന്നെ നല്ല കുപ്പി എന്തായാലും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിദ്ധുവിന് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ആ കുപ്പി കണ്ണുണ്ട്. എനിക്ക് എല്ലാം സഹിക്കാം. എനിക്ക് രാവിലെ 4 മണിക്കുള്ള പോക്കാട്ടോ സഹിക്കാൻ പറ്റാത്ത. അതേ അല്ലേ അത് രാവിലെ എണീറ്റിട്ട് രാവിലെ പോന്നതും അങ്ങനെ തന്നെ. വേറൊരു കാര്യമുണ്ട് കേട്ടോ. പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ചിലര് ട്രെയിനിന്, ചിലര് പിന്നെ ബസ്സിന് എന്നൊക്കെ പറഞ്ഞു. ട്രെയിൻ എന്ന് വെച്ചാല് 1:30 ട്രെയിന്. 1:30 ട്രെയിന് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് വെച്ചാല് ഭയങ്കരമായിരിക്കും. വലിയ അവസ്ഥ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനുണ്ടാവില്ല. രാത്രി 1:30 കയറി പോകുന്ന അവസ്ഥ. അപ്പൊ അതോട് ട്രെയിൻ നമ്മള് വേണ്ടെന്ന് വിചാരിച്ച്. ഇതിപ്പോ ഈ ഒരു അടക്കിപ്പറക്കലൊക്കെ ഉണ്ടാവും. നാളെ വലിക്കുന്ന സമയത്ത് ഞാൻ ചുരുക്കി അങ്ങോട്ടേക്ക് ഇട്ടൊന്നും അത്രയൊക്കെയാണ് ഉണ്ടാകുക. എന്റെ ഷാൾ ഉണ്ടല്ലോ ദേവു. അതിന്റെ ആരാ മടക്കി വെച്ചേ? മടക്കി ചെറുതാക്കി വെച്ച. പിന്നെ കുഞ്ഞു മടക്കി വെച്ച അത് നമ്മള് അപ്രീഷിയേറ്റ് ചെയ്യാതില്ല. കുഞ്ഞു മടക്കിട്ടോ അങ്ങനെ വൃത്തിയിൽ മടക്കി വെച്ചു. തോർത്ത് ടവല് എല്ലാം കുഞ്ഞു റെഡി ആയി തന്ന. അമ്മയെ പോയിക്കോ വേം പോയിക്കോ. അമ്മയെ ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. വേം വിട്ട അവിടെ കണ്ടുപോകുന്നു 5 ദിവസത്തേക്ക്. അതെ 5 ദിവസം എനിക്ക് കണ്ണാടിയിൽ ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പൊട്ടിപ്പോകും. ലാസ്റ്റ് വെക്കണം കേട്ടോ. സത്യത്തിൽ ഇവർക്കെല്ലാം ഭയങ്കര വിഷമമുണ്ട്. ഇവരത് പുറത്ത് കാണിക്കായിട്ട്. ഇവര് പുറത്ത് കാണിക്കുക എങ്ങനെയാ വെച്ചാൽ ഞാൻ നാളെ പോയി കഴിഞ്ഞിട്ട് അൽഫാമും പൊറാട്ടയും വാങ്ങിട്ടായിട്ട് ദുഃഖം കാണിക്കുക. പണ്ട് ഇതിന്റെ മുന്നേ എനിക്ക് സൂക്കേടായ സമയത്ത്, സൂക്കേട് എന്ന് വെച്ചാല് വയറിന് അസുഖമായ സമയത്ത് പിന്നെ മൂപ്പര് ഇത് ഗ്ലൂക്കോസ് കയറ്റി അല്ലെ ട്രിപ്പിട്ട്. അന്നേരം എന്നോട് എനക്കെന്താ വേണ്ടേ? അന്നേരം എനക്കൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ. ഞാൻ പറഞ്ഞു എന്നായിക്കോട്ടെ കഞ്ഞി മതി. എന്നാ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കോന്ന്. നമ്മൾ വിശക്കുന്നേരം എന്തെങ്കിലും വാങ്ങിക്കോന്ന് പറയല്ലോ. നോക്കുമ്പോ ഞാൻ ചോദിച്ചു കഞ്ഞി കുടിച്ച് ഞാൻ ചോദിച്ചു നിങ്ങളെന്താ വാങ്ങി? ഞാൻ ബീഫും പൊറാട്ടെ. അതിന് ഇനി എന്തായാലും ഒരു പകരം ചെയ്തിക്കല്ലോ. ഞാന് എന്റെ ഓപ്പറേഷൻ ചെയ്ത് കഴിക്കുന്ന സമയത്ത് എനിക്കൊന്നും കഴിച്ചുകൂടാ. അന്നേരാണ് അമ്മ എനിക്കൊരു ചിക്കു ജ്യൂസ് പിന്നെ ഒരു പപ്സ് ഏച്ചീനെ മോൻ വാങ്ങരുത് നോനോട് എന്തിന് വാങ്ങാണ്ടൊക്കെ നിന്ന് വാങ്ങിക്കും. എന്നുവെച്ചാൽ രാവിലെ തൊട്ട് മൂപ്പരെ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ കൊണ്ടുപോയി അന്നേരം തൊട്ട് ഇങ്ങനെ ഇരുന്ന് വൈകുന്നേരം ഇവര് റൂമിൽ കൊണ്ടുവന്ന് മനുഷ്യൻ പറയുന്നത് എനിക്ക് ജ്യൂസ് വേണോ? ഉണ്ടോ ആറാക്കി മാറ്റുന്നുണ്ട് കേട്ടോ ഓരോരുത്തരും. 5ാമത്തെ ദിവസം വൈകുന്നേരം 1 മണിയാകുമ്പോഴത്തേക്കും പരിപാടി എല്ലാം കഴിയും. 1 മണിക്ക് 4 മണിക്കൊന്നും എത്തൂലല്ലേ സാർ? രാത്രിയാവും. രാത്രിയാവും എന്തായാലും. കാരണം ഉച്ചക്ക് കഴിഞ്ഞ് അത് എടുത്തുമ്പോൾ തന്നെ വൈകുന്നേരം ഒക്കെ ആവും അവിടെ കോഴിക്കോട് എത്താൻ. എനിക്ക് ഫുഡ് അവിടെ 1 മണിക്ക് ഫുഡ് കഴിച്ചിട്ടാ വരിക. ഫുഡും കഴിച്ച് പിന്നെ ഓരോ എന്തെങ്കിലും ഒരു സമാപന സമ്മേളനവും കാര്യവും ഉണ്ടാവൂലേ? ഞാൻ 5 ദിവസത്തേക്കുള്ള അരി അരച്ച് പുട്ടിന്റെ പൊടി പൊടിച്ച് ഇതെല്ലാം ചെയ്ത് പുട്ടിന്റെ പൊടി ഞാൻ ഇപ്പം കൊണ്ടുപോയിട്ട് മില്ലിൽ പോയിട്ട് ഞാൻ പൊടിപ്പിച്ച് വന്നിട്ടുണ്ട്. ഞാൻ അരി വെള്ളത്തിലിട്ടില്ലേ ദേവോ? ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോ 5 ദിവസം ഞാൻ തന്നെ ആയിരിക്കും കംപ്ലീറ്റ്. അയ്യോ അത് കാണാം അറിയണല്ലേ. ഓരോ എല്ലാരും കേട്ടോ എല്ലാരും 2 ദിവസം മാറിക്കണം. എന്നിട്ട് അറിയാം നമ്മളില്ലാത്തൊരു വിഷമം. എന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് നീറി ഇങ്ങനെ പറയാം. വാങ്ങുമ്പോ ഞാൻ പറയും ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയും കേട്ടോ വേണ്ട ഞാൻ ഉണ്ടാക്കാം നമുക്ക് ഉണ്ടാക്കാം അല്ലേ? അതെ നല്ല ഭക്ഷണം, നല്ല ഉറക്കം, സ്വസ്ഥത, സമാധാനം. ഇതിപ്പോ ലാസ്റ്റ് ആടും. അതുകൊണ്ട് അത് ഏറ്റവും ലാസ്റ്റ്. ഇല്ലെങ്കിൽ ഞാൻ ആ വലിക്കുന്ന സമയത്ത് 5ാമത്തെ ദിവസം നാളെ പോകുന്നേക്കുള്ള എടുത്തു വെച്ചിരിക്കും. നാളെ പോകുന്ന പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ എണീപ്പിക്കണം. ആദ്യം എന്നോട് അമ്മ എത്ര മണിക്ക് ജീൻസും ഇതൊക്കെ വേറെ വെക്കണ്ടേ? ജീൻസും ബ്ലാക്ക്
അത് വെച്ചോ കറുപ്പ് കളയിലുണ്ട്. ആ കറുപ്പ് അതിനുണ്ട്. കറുപ്പ് ഇത് ബ്ലാക്കും അത് ജീൻസും ആയിട്ട്. പിന്നെ പച്ച നമ്മളെ ഡ്രസ്സ് ഇതിന് ഷാള് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ. പിന്നെ പിന്നെ ഒരു 3 മൂന്നായി. പിന്നെ 4 പിന്നെ നാളെ പോകുന്നത് 5 പോരാ. ഓക്കെ 5 ഡ്രസ്സ് ധാരാളം. ജീൻസും ബ്ലാക്ക് ഇത് ഇതിൽ വെക്കുന്നുണ്ട്. ഇത് എന്തായാലും 2-3 സെറ്റിൽ വെക്കുള്ളൂ. ആ ഇത് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇടുന്നത് ഇതിൻ്റെ ഇതിൽ വെക്കാം. ഇതിൽ തന്നെ ഉണ്ട്. കാരണം അതിലും കൂടി എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൊള്ളൂല. പിന്നെ അപ്പം ഡ്രസ്സെല്ലാം റെഡി ആയില്ലേ? ഞാൻ ബേഗിലേക്ക് വെക്കൽ. ആ ബെഡ്ഷീറ്റ്. ഓക്കെ. അപ്പോൾ ബെഡ്ഷീറ്റ് ഉണ്ട്. ഇത് ഒന്ന് ഷീറ്റും ഒന്ന് പുതക്കലും മറ്റേ കട്ടികൾ പുതപ്പിഞ്ഞ് കൊണ്ടുപോകണ്ട. ഭയങ്കര വെയിറ്റ് ആയി. തലേണി കൊണ്ടുവരാൻ പറക്കിട്ടോ. പക്ഷെ തലേണിയിൽ എല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകാൻ എത്രയും ദൂരെ ആയതിനെ തലേണി എന്തായാലും തൽക്കാലം ഉണ്ടാവും അവിടെ. ബേഗ് വെച്ചാൽ മതി. ആ പുതപ്പ് മടക്കി വെക്കാം. സിദ്ധു കൊണ്ടാക്കാൻ വരുന്നറിഞ്ഞേക്ക് എത്ര മണിക്കാന്ന് ചോദിച്ചാൽ അന്നേരം ഞാൻ പറഞ്ഞ് പിന്നെ 3 മണിക്ക് 3 മണിക്ക് എന്നാ അമ്മ അങ്ങ് പോയാൽ മതി. 6 മണിക്കാന്ന് എന്നെ വിളിച്ചോന്നു. അയ്യോ എന്നെ വിളിക്കണേന്നൊക്കെ ആദ്യം പറഞ്ഞേ. പിന്നെ പറഞ്ഞു 3 മണിക്കാന്ന് നിങ്ങൾ വിളിച്ചോളി. 6 മണിക്കാണ് ഞാൻ ബേഗിൽ എടുത്തു വെക്കട്ടെ എന്നാലും ഇതുവരെ ഒന്ന്. അപ്പോ സാധനം എല്ലാം റെഡിയാണ്. ഈ ഡ്രസ്സല്ല ഈ നടുവിലത്തെ വെളിയിലുണ്ട് കേട്ടോ. ഡ്രസ്സും കാര്യമല്ലോ. പിന്നെ ബെഡ്ഷീറ്റും സാധനം എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ബ്രഷ് എടുത്ത് വെച്ചില്ല, മറന്നുകൊണ്ടാ. ബ്രഷ് എടുത്ത് വെക്കണം. ബാക്കി സാധനം എല്ലാം എല്ലാ സാധനം. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മടക്കി വെച്ചോണ്ടാന്ന് ഇങ്ങോട്ട് വന്നു. ഇനി ഇത് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് 2-3 ബേഗിൽ കൊള്ളാത്ത രീതിയിലാക്കരുത്. അല്ല അന്നേരം മര്യാദക്കെല്ലാം കറക്റ്റ് ആയിട്ട് മടക്കി പിന്നെ ഞാൻ ടൗണിൽ പോയിട്ട് മാവേലി പോയിട്ട് വരുന്ന മാതിരി ഞാൻ വേഗം എടുക്കൂല കേട്ടാ വരുന്നേരം. പിന്നെ ഗൈസ് സജീഷേട്ടനെ കൂട്ടാൻ വരുന്നില്ല, കൊണ്ടാക്കാൻ വരുന്നില്ല. അങ്ങനെയുള്ള പല 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 ഇതുണ്ട്. പുറത്ത് കാണുന്ന മാതിരിയല്ല സ്വഭാവം. അപ്പൊ ഇങ്ങോട്ട് തുറന്നു പറയുന്നത് എന്താ? അപ്പൊ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. പറ്റിയെങ്കിലും മോളായിരുന്നു എന്നോട് പറഞ്ഞത്. ഏതായാലും മോക്ക് ബാഗ് ഇപ്പൊ തരുന്നുണ്ട്. പറ്റിയെങ്കിൽ ആരെയും പറ്റിയവരുണ്ട് ഒരു ഉൾപ്പെടെ. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ കുറച്ച് സമയങ്ങൾ മാത്രം യാത്ര ചെയ്യാണ്. സുഹൃത്തുക്കളെ യാത്ര ചെയ്യാണ് മണിക്കൂറുകൾ മാത്രം. ഇനിയിപ്പോ ഒരുപാട് പേക്കണ്ടേ. ഇനിയിപ്പോ കുറഞ്ഞണ്ടേ. ഇപ്പൊ നമുക്ക് രാവിലെ ഒക്കെ എണീക്കണ്ടേ. അതെ ഇപ്പൊ രാവിലെ ആയി കേട്ടോ. പോണ്ട സമയമായി. ആരും ഉണർന്നില്ല. 4 മണി 4 മണി കഴിഞ്ഞ് 4:10. പിന്നെ എല്ലാരും ഉണർത്തണം എന്നൊക്കെ പറഞ്ഞിട്ടോ. പോകുമ്പോ എന്തായാലും വിളിക്കണം എന്നൊക്കെ പറയാം. അതുകൊണ്ട് എന്തായാലും പോകുമ്പോ വിളിക്കണം. തണുപ്പുണ്ട് രാവിലെ തന്നെ. കോഴിക്കോട് വരെ ഓടിയെത്തണം. ആ സമയം നല്ല ഇരുട്ടാ ഫുള്ളും. അപ്പൊ ഞങ്ങൾ 8 മണിയാകുമ്പോൾക്ക് ആ ക്യാമ്പിന്റെ അവിടെ എത്തി കേട്ടോ. പെരിന്തൽമണ്ണയാണ് അവിടെ ക്യാമ്പുള്ളത്. അപ്പൊ അവിടെ എത്തി. അവിടെ കുറച്ച് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒക്കെ അവള് ടാറ്റയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും എന്തൊരു വല്ലാത്തൊരു സൈലന്റ് ആയിരുന്നു കേട്ടോ അവിടെ എത്തിയ സമയത്ത്. എന്തായാലും ഇനി 5 ദിവസത്തെ ക്യാമ്പാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് അവളെ കാണുള്ളൂ.